ഡോക്ടർ മനോജ് ജോൺസണുമായിട്ടുള്ള ഒരു പരിചയം എന്ന് പറയുന്നത് കുറെ അധികം വർഷത്തെ ഒരു പരിചയമാണ്. അടുത്ത ഒരു സുഹൃത്താണ് അദ്ദേഹം. എൻ്റെ വളർച്ചയും അദ്ദേഹത്തിന്റെ വളർച്ച ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളുടെ ഈ ക്യാമ്പിലേക്ക് അദ്ദേഹം വരണമെന്ന് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. എല്ലാ ക്യാമ്പുകളിലേക്കും അദ്ദേഹം വരാറുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അവതരിപ്പിക്കും. പേഴ്സണൽ ആയിട്ടുള്ള ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി കുളിക്കുന്നവരാണല്ലോ എല്ലാവരും, അല്ലേ? രാവിലെ മാത്രം കുളിക്കുന്നവരുണ്ട്, രാത്രി മാത്രം കുളിക്കുന്നവരുണ്ട്, 2 നേരം കുളിക്കുന്നവരുണ്ട്, 2 കൂടുതൽ തവണ കുളിക്കുന്നവരുണ്ട്, ഒരു ദിവസം കുളിക്കാത്ത ആൾക്കാരും ഉണ്ട്. അപ്പൊ ആദ്യം അറിയേണ്ടത് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. നിങ്ങൾ കൂടുതൽ വേർക്കുന്ന ആൾക്കാരാണോ, അല്ലെങ്കിൽ നമ്മുടെ വേർപ്പിന് ഒരു സ്മെല്ല് വരുന്നവരാണോ, ഡ്രസ്സൊക്കെ ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണോ നിൽക്കുന്നത്, 100% നിങ്ങൾ 1, 2, 3 തവണയാണേലും കുളിക്കണം. ഇല്ലെങ്കിൽ ഫംഗസ് ഗ്രോത്ത് കൂടും ബോഡിയിൽ. ഫംഗസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ബാക്ടീരിയ ഗ്രോത്ത് കൂടുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് സ്മെല്ല് വരുന്നത്. ഫംഗസ് ഗ്രോത്ത് കൂടുമ്പോഴത്തേനും ചൊറിച്ചിലുണ്ടാവും. ഈ ചൊറിഞ്ഞ് കഷത്തിന്റെ ഭാഗത്ത്, കാലിനിടയ്ക്ക്, ഈ വയറിന്റെ ഭാഗത്ത്, ഇവിടെ എല്ലാമായിട്ട് ചൊറിഞ്ഞു പൊട്ടുന്ന രീതിയിലേക്ക് വരും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഈ മധുരം കൂടുതൽ കഴിക്കുന്ന ആളുകൾക്ക് ശരീരത്തിന്റെ ഫംഗസ് ഗ്രോത്ത് കൂടും, ബാക്ടീരിയ കൂടും. എന്നുവെച്ചാൽ ഈ ബാക്ടീരിയയുടെ മെയിൻ ഇഷ്ടപ്പെട്ട ഫുഡാണ് ഷുഗർ. അപ്പൊ അതുകൊണ്ട് തന്നെ അറിയേണ്ടത്, നമ്മൾ ആ ക്ലീനിങ് പ്രോസസ്സ് കറക്റ്റായിട്ട് ചെയ്തു പോയാൽ സ്കിന്നിന് വലിയ കുഴപ്പമുണ്ടാകത്തില്ല.